എൻ്റെ പേരിൽ അതെയാണ്. പിന്നെ ഞാനിങ്ങനെ എല്ലാ ജോലിക്കും പോകുന്നതാണ്. തലേദിവസമൊക്കെ എല്ലാ പണിയും കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പോൾ എൻ്റെ കാല് നിലത്ത് വെക്കാൻ വയ്യ. ആ ഒരു അവസ്ഥയിലായിരുന്നു. ബാത്റൂമിൽ പോകാൻ പോലും വയ്യായിരുന്നു. പെട്ടെന്നുണ്ടായതാണ്. വേറെ ഒരു കുഴപ്പം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ 2-3 ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോയി, അവിടെ പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്ത് പിന്നെ ഇങ്ങോട്ട് വന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര വേദന. പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ അവിടെ പോയിട്ട് അവിടുന്ന് അവർ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു. അവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാല് ഭയങ്കര വേദനയായിരുന്നു. നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ. ആ അവസ്ഥയായിരുന്നു കാല്. ഈ ഒരു കാല് ഇവിടുന്ന് താഴെ വരെ വേദന എവിടേക്കില്ല. ഈ കാല് ഇവിടുന്ന് ഇങ്ങോട്ട് കുഴഞ്ഞ പോലെ ആയിരുന്നു. അങ്ങനെ ആ ഡോക്ടർ അവിടെ പോയി ഒരു 15 ദിവസം ചികിത്സിച്ച് എനിക്ക് തീരെ പറ്റുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു ഡിസ്ചാർജാക്കി തരണം. ഇങ്ങനെ അവിടെ ആയുർവേദിൽ ഒരു ഡോക്ടറുണ്ട്, അവിടെ നിന്ന് പോയി കാണിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ ബ്രദർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് ഒന്നിനും വയ്യ. എന്നെ കിടത്തിയിട്ടാണ് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയത്. എന്നിട്ട് അവിടെ കൊണ്ടുപോയി ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കെട്ടൊക്കെ കെട്ടി കുറച്ച് വേദന കുറച്ച് ശകലം ഒന്ന് കുറഞ്ഞു. പിന്നെ ഉഴിഞ്ഞ അനുസരിച്ച് ഇങ്ങനെ വേദന കുറയും. നമ്മൾ ഓരോ ദിവസം 1.5 മണിക്കൂറാണ് അവർ ഉഴിയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഉഴിയുമ്പോൾ നല്ല വേദനയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ബെഡ് കൊണ്ട് കിടത്തി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വേദന പതുക്കെ കുറയും. ഓരോ ദിവസം കൂടുന്നതോറും അങ്ങനെ കുറഞ്ഞു വരും. പിന്നെ എനിക്ക് ഒരാഴ്ച കൊണ്ട് പതുക്കെ നടക്കാനായി, പതുക്കെ പിടിച്ച് നടക്കാനായി. പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി ഒറ്റയ്ക്ക് നടക്കണമെന്ന്. അങ്ങനെ ഞാൻ പതുക്കെ ഒറ്റയ്ക്ക് റൂമിലേക്കൊക്കെ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഒറ്റയ്ക്ക് നടന്നു പോകും. അതുവരെ ഞാൻ 2 നഴ്സുമാരൊക്കെയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഞാനിപ്പോൾ 2 കഴിഞ്ഞതിന് ശേഷം പിന്നെ പതുക്കെ നടന്ന് ഒറ്റയ്ക്ക് പോയി പതുക്കെ വന്ന് കിടന്നു. പിന്നെ അങ്ങനെ കുറഞ്ഞു വന്നു. എന്നുവെച്ചാൽ 15 ദിവസം കൊണ്ട് ഞാൻ ഇനി അനുഭവിക്കാത്തൊന്നുമില്ല. അങ്ങനെയാണ്, അത്രയും ഞാൻ അനുഭവിച്ചു. പിന്നെ ഡോക്ടർ നല്ല ഡോക്ടറാണെന്ന് വെച്ചാൽ അവർ പെരുമാറ്റം, നേഴ്സ് സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നല്ല പെരുമാറ്റമൊക്കെയാണ്. അവർ ഓരോ മണിക്കൂർ വന്ന് നോക്കും, എങ്ങനെയുണ്ട്, വേദന കുറവുണ്ടോ ഒക്കെ നോക്കും. അങ്ങനെ എന്താ വെച്ചാൽ 1 മാസം കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട്. അങ്ങനെ അത്രയൊക്കെയാണ് എൻ്റെ അവസ്ഥ. ഈ ലത എന്ന് പറഞ്ഞ കേസ് ആക്ച്വലി അവർക്ക് ഹിസ്റ്ററി തന്നെ അറിയില്ല, അവർക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ അറിയില്ല. പക്ഷേ നമ്മളുടെ MRI റിപ്പോർട്ടുകൾ പ്രകാരം ആക്ച്വലി അവർക്ക് ഡിസ്ക് ബൾജാണ്. L4 L5 ലെവലിലും പിന്നെ സാക്രലൈസേഷൻ ഓഫ് ദി ലംബാർ സാക്രൽ വർട്ടിബ്ര, അതാണ് അവരുടെ കേസ്. ആക്ച്വലി ഡിസ്ക് ബൾജ് എന്ന് പറഞ്ഞ സംഭവം എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ നട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ബോണുകളുടെ കുഞ്ഞു ബോണുകളുടെ ഒരു കൂട്ടമാണ് ഈ നട്ടൽ. അത് നമുക്ക് എന്താ പറയുക, ഒരു ഇഷ്ടിക പോലെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഇടയിലുള്ള സ്പേസിലാണ് നമുക്ക് ഡിസ്ക്, അതായത് ഒരു സ്പോഞ്ച് പോലെ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള നമുക്ക് മൂവ് ചെയ്യാൻ ഇതിൻ്റെ 2 എല്ലുകളുടെ ഇടയിൽ ഫ്രിക്ഷനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിനെയാണ് നമ്മൾ ഡിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിസ്കിൻ്റെ പിന്നിൽ കൂടെ, അതായത് നട്ടലിൻ്റെ ബാക്കിലുള്ള ഒരു കാവിറ്റിയിൽ കൂടിയാണ് നമ്മളെ തലച്ചോറിന് വരുന്ന സുഷുമ്നാ നാഡി പോകുന്നത്. ഈ സുഷുമ്നാ നാഡിയിൽ വരുന്ന ഈ കംപ്രഷൻ, അതായത് ഈ ഡിസ്കിന് വരുന്ന ചെറിയ ഇതേപോലെയുള്ള വീഴ്ചകൾ കൊണ്ടുണ്ടാകുന്ന മൂവ്മെൻറ്റ്സ്, അതിൻ്റെ ഡിസ്ലൊക്കേഷനൊക്കെ കൊണ്ട് ഈ നെർവിന് വരുന്ന കംപ്രഷൻ കൊണ്ടാണ് ഈ രീതിയിലുള്ള പെയിനുകൾ തുടങ്ങുക. ഇത് വിവിധ സ്ഥലങ്ങളിൽ നട്ടിൽ നമ്മളെ ഓരോ ഭാഗത്ത് വെച്ചിട്ടാണ് ഈ നമ്മളെ സ്പൈനൽ കോഡ് ഓരോ ബ്രാഞ്ചുകളായിട്ട് മാറുന്നു. ഈ ബ്രാഞ്ച് ഇത് എങ്ങോട്ട് പോകുന്നു, അതായത് ഏത് ലെവലിലാണ് ഇത് ബൾജ് വരുന്നത്, ആ ബ്രാഞ്ച്, ആ നെർവ് എങ്ങോട്ട്, ഏത് സൈഡിലേക്കാണോ അല്ലെങ്കിൽ ഏത് അവയവത്തിലേക്കാണോ അല്ലെങ്കിൽ ഏത് ലിംസിലേക്കാണോ പോകുന്നത് അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ നെർവ്, അതിനനുസരിച്ചിട്ടായിരിക്കാം നമുക്ക് ആ പെയിന് അല്ലെങ്കിൽ നംനെസ് അല്ലെങ്കിൽ ബലക്കുറവ് ഇങ്ങനെയുള്ള സിംറ്റംസ് കാണിക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 8 ആകുമ്പോഴത്തേക്ക് അവർ നല്ല അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ തരുന്നത് കറക്റ്റ് ടൈമാണ്. പിന്നെ അവർ ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉച്ചയ്ക്കത്തുള്ള ഫുഡ്, പിന്നെ നൈറ്റാണെങ്കിലും ചപ്പാത്തി നമുക്ക് അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊണ്ടുത്തരുന്നത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ടൈമാണ് ട്രീറ്റ്മെൻറ്റിന്. 11 മണി 2 മണി ഒക്കെ അങ്ങനെയാണ്. പിന്നെ അവർ ഉഴിയുന്നതും എണ്ണയൊക്കെ തേച്ച് അവർ 1.5 മണിക്കൂറോളം നമ്മളവിടെ കിടത്തി. സ്റ്റാഫുകളൊക്കെ നല്ല സ്വഭാവമാണ്. നമ്മൾ വേദന ഉണ്ടെങ്കിൽ പറയണമെന്ന് പറയും. എന്നിട്ട് നമ്മൾ ഭയങ്കര വേദനയാണ്. ഒരുപാട് വേദനയാണെങ്കിൽ അവർ പറയുന്ന കുറച്ച് പതുക്കെ ഉഴിയുക, വേദനയ്ക്കും പറയണത്. അപ്പോൾ പതുക്കെ അവർ ഉഴിയുള്ളൂ. പിന്നെ പതുക്കെ ഉഴിഞ്ഞ് അത് റെഡിയാക്കി തരുന്നത്. അങ്ങനെയൊക്കെയാണ് സിസ്റ്റർമാരൊക്കെ പറയുന്നത്. നമ്മൾ മെയിനായിട്ട് 3 രീതിയിലുള്ള പ്രൊസീജിയേഴ്സാണ് അവർക്ക് ചെയ്തത്. 3 രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ, അവർ വരുന്ന സമയത്ത് ഒരുപാട് ഇൻഫെക്ഷനായിരുന്നു അവരുടെ ദേഹം മുഴുവൻ. പ്ലസ് അവരുടെ കാല് മൂവ് ചെയ്യാത്തൊരവസ്ഥയും കാലിൽ ഒരുപാട് നീരും സിവിയർ പെയിനും ആയിരുന്നു അവർക്ക്. ഓക്കെ,
അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡ് എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ റിഡക്ഷൻ എന്ന മെത്തേഡാണ് നമ്മൾ ആദ്യം ചെയ്തത്. ഇൻഫെക്ഷൻ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 രീതിയിലാണ് ചെയ്തത്. ഒന്ന് ഇൻറ്റേർണൽ മെഡിസിൻ പ്ലസ് ട്രീറ്റ്മെൻറ്റ് ലെവൽ. അങ്ങനെ 2 രീതിയിലാണ് നമ്മൾ ഇൻഫെക്ഷൻ റിഡക്ഷൻ എന്നുള്ള കാര്യങ്ങൾ ചെയ്തത്. ഇൻറ്റേർണൽ മെഡിസിൻസിൽ നമ്മൾ നീര് കുറയാനുള്ളതായതും നെർവ് റിലാക്സേഷൻ, കാരണം ഒരുപാട് വേദന സഹിക്കുന്നുണ്ട്, നെർവ് റിലാക്സേഷൻ ആയിട്ടുള്ള ആയുർവേദ മരുന്നുകളൊക്കെയാണ് നമ്മൾ കൊടുത്തത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പതുക്കെ, കാരണം അവർക്ക് ഒരുപാട് സിവിയർ പെയിൻ ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വളരെ വളരെ മൈൽഡായിട്ടുള്ള മസാജുകൾ, കിഴികൾ, പിന്നെ നമ്മളങ്ങനെ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കുറച്ച് ചെയ്തതിന് ശേഷം ബാൻഡേജ്, നമ്മൾ മരുന്ന് വെച്ചിട്ടുള്ള കെട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം 2-3 ദിവസം കൊണ്ട് തന്നെ അവർക്ക് പതുക്കെ പെയിനിൻ്റെ ആ കാഠിന്യത കുറയാൻ പറ്റി. അതിനുശേഷം ഒരു ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് എടുത്ത് കാണും നമ്മൾ അവരെ കംപ്ലീറ്റ് ആ ഇൻഫെക്ഷൻ എന്നുള്ള ബോഡിയിലുള്ള ഇൻഫെക്ഷൻ മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. 1 മാസം ഏതാണ്ട് അറൗണ്ട് 1 മന്ത് ടൈം എടുത്തിട്ടുണ്ട്, മീൻസ് 1 വീക്ക് ടൈം എടുത്തിട്ടുണ്ട് ഇൻഫെക്ഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇൻഫെക്ഷൻ കുറഞ്ഞതിന് ശേഷമാണ് നമ്മൾ മെയിൻ ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള മർമ്മ ചികിത്സയിലേക്ക് നമ്മൾ കടന്നത്. അതായത് നമ്മളെ മർമ്മ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളെ നട്ടിൽ നമുക്ക് നോർമലി നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോണാണ് നട്ടിൽ. മറ്റ് ബോണിനെ അപേക്ഷിച്ച് നമുക്ക് ഏത് ആംഗിളിലും നമുക്ക് തിരിയാനും അറിയാനും ഒക്കെ പറ്റുന്നത് ആ നട്ടലിൻ്റെ മൂവ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ബോണായതുകൊണ്ടാണ് ഇത് വേഗം സ്ലിപ്പ് ചെയ്യുന്നതും നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. പക്ഷേ നമ്മളത് കറക്റ്റ് ചെയ്യാനും നമുക്ക് കുറച്ച് മർമ്മ ചികിത്സ, അതായത് പഴയ രീതിയിൽ കളരിയിൽ ഉപയോഗിച്ചിരുന്ന ടെക്നിക്സാണ്, അത് ആയുർവേദത്തിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും തിരിച്ച് നമ്മളെ ഇതിലേക്ക് ആയുർവേദത്തിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ മർമ്മ ചികിത്സ ചെയ്യുന്നതിൽ കൂടെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്കിൻ്റെ അലൈൻമെൻറ്റ് വീണ്ടും നമ്മൾ കറക്റ്റ് ചെയ്യുകയാണ്. കറക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് അവിടുത്തെ ആ നെർവിൻ്റെ റിലാക്സേഷൻ സംഭവിക്കുന്നു. സെയിം ടൈം അവർക്ക് പെയിൻ വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു വരുന്നതായിട്ടും കണ്ടു. ഈ നെർവ് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നീര് നമുക്ക് കെട്ടി നിൽക്കുക. നെർവ് നമ്മൾ ഇത് മാനുവലി നമ്മൾ എന്ത് ചെയ്യും, മർമ്മ ചികിത്സ വഴി ഇത് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നെർവ് റിലാക്സ് ആകുന്ന സമയത്ത് തന്നെ ഇമ്മീഡിയറ്റ് ചേഞ്ചാണ് അവർക്ക് വരുന്നത്. കാരണം ആ ഇൻഫെക്ഷൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന നെർവ് നമുക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് ഇൻഫെക്ഷൻ പെട്ടെന്ന് തന്നെ അവർക്ക് നമുക്ക് കാണാൻ പറ്റും. ആ മർമ്മം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വിത്തിൻ ഫ്യൂ ഡേയ്സിൽ അവരുടെ കാലുകളിലെ നീരുകളൊക്കെ പെട്ടെന്ന് കുറയുന്നതായിട്ടും ബോഡി മൊത്തമായിട്ട് നമുക്ക് ആ ഒരു നീരും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നത്, അവർക്ക് പെയിൻ ഒരുപാട് കുറയുന്നതായിട്ട് നമുക്ക് കാണുന്നു. ഇതാണ് നമ്മൾ മർമ്മ ചികിത്സയിൽ ചെയ്യുന്നത്. അത് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ വ്യത്യാസമായിരിക്കും. കാരണം അവരുടെ ഡിസ്കിൻ്റെ ബൾജ് ചെയ്തിരിക്കുന്ന പൊസിഷൻ, പിന്നെ അവരുടെ ബോഡി, ശരീരപ്രകൃതം, അങ്ങനെ ഓരോരുത്തർക്കും ചെയ്യുന്ന രീതി, അതിന് കൊടുക്കുന്ന പ്രഷർ എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. അത് നമ്മൾ ഡോക്ടേഴ്സ് തന്നെയാണ് നമ്മളിവിടെ മർമ്മ ചികിത്സ, ഈ കറക്ഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഡോക്ടേഴ്സ് തന്നെയാണ് നമ്മളിവിടെ ചെയ്തു വരുന്നത്. പിന്നെ നമ്മളതിന് ശേഷം ഇത് കറക്റ്റ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി അവർക്ക് പെയിൻ റിലീവ് ചെയ്യും, അവർ നല്ല രീതിയിൽ നടക്കാനൊക്കെ തുടങ്ങുകയും ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ മർമ്മത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആയുർവേദത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അതും നമുക്ക് ഓരോരുത്തരുടെ പേഷ്യൻസിനനുസരിച്ച് വ്യത്യാസമായിരിക്കും. നമ്മൾ ലത എന്ന് പറഞ്ഞ കേസിൽ നമ്മൾ ചെയ്തത് വസ്തി ചെയ്തിട്ടുണ്ട്. പഞ്ചകർമ്മയിൽ പെടുന്ന ഒരു ചികിത്സയാണ് വസ്തികർമ്മ പ്ലസ് രക്തമോഷണം. ഇത് രണ്ടുമാണ് നമ്മൾ അവരുടെ കേസിൽ ആയുർവേദത്തിൽ ചെയ്തിരിക്കുന്നത്. ഈ മർമ്മ ചികിത്സേൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അഡ്ജോയിനിങ് ആയിട്ട് കൊണ്ടുപോയ ഒരു ചികിത്സാ രീതിയാണ് അത്. എന്താ പറയാൻ വാക്കുകളില്ല. എന്നുവെച്ചാൽ അത്രയും നല്ലൊരു ഇതാണ്. നമ്മൾ എന്താ പറയുക, ഞാനവിടെ പോയിട്ട് ഞാൻ വന്നതിന് ശേഷം ഒരുപാട് പ്രായമുള്ള 80, 90, 75 വയസ്സുള്ള ആൾക്കാരൊക്കെ തീരെ നടക്കാൻ കഴിയില്ല അവർക്ക്. എന്നിട്ട് അവരവിടെ വന്ന് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഡോക്ടറിനെ നമ്മളെ കൈ പിടിച്ച് നടത്തിക്കുക ചെയ്യുക. അങ്ങനെയാണ്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരിതാണ്. എന്നുവെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഇത്രയും വർഷമായിട്ട് ഞാനിവിടെ നിൽക്കുന്നത്, പക്ഷെ ഞാൻ ഇതുവരെ ഒരു ഹോസ്പിറ്റൽ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. പിന്നെ അവിടെ ചെന്നപ്പോൾ എനിക്ക് നമുക്ക് വിശ്വാസമാണല്ലോ, അതായത് നമ്മൾ വേറെ നില നോക്കുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഞാൻ ഡോക്ടറെ തന്നെ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, ഞാൻ മാറ്റിത്തരാം, എത്രയാണെങ്കിൽ ഞാൻ മാറ്റിത്തരാം ഡോക്ടർ, അത്രയും ഉറപ്പ് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ളൊരു അങ്ങനെയൊക്കെയാണല്ലോ പറയുക. അങ്ങനെയാണ് ഞാൻ ഡോക്ടർ അത്രയും ഇതാണ് കാണുന്നത്. എനിക്ക് പറയാൻ പറ്റില്ല, അങ്ങനെയാണ്.